ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. തിഹാർ ജയിലിൽ നിന്ന് 6 മാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആയിരുന്നു ആദ്യം ED അറസ്റ്റ് ചെയ്തത്. ED കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയായിരുന്നു CBIയുടെ അറസ്റ്റ്. നേരത്തെ ED കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും CBI കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. 6 മാസത്തിന് ശേഷം ഇതാ കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. തന്റെ സേവനം, ഒരു രാഷ്ട്ര സേവകൻ എന്ന നിലയിലുള്ള തന്റെ സേവനം തുടരുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നതായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് കെജ്രിവാൾ തയ്യാറായില്ല. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകരുത് എന്ന കോടതിയുടെ നിർദ്ദേശമുണ്ട്. കർശന ഉപാധികളോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഉണ്ട്. ഫയലുകളിൽ ഒപ്പിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ തന്ത്രപ്രധാനമായ ഫയലുകളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഒപ്പിടാൻ സാധിക്കുകയില്ല. അതേസമയം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ CBIയെ വിമർശിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നു. കൂട്ടിൽ അടയ്ക്കപ്പെട്ട തത്തിയല്ല CBI എന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ തെളിയിക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അനന്തമായി ഒരാളെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ട് ജയിലിൽ അടയ്ക്കാനാകില്ല എന്നും വ്യക്തമാക്കി. ഈ കേസിൽ നടപടിക്രമങ്ങൾ വൈകുവാനുള്ള സാധ്യതയും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ ജാമ്യം ലഭിച്ചു എന്നത് മുതൽ AAP പ്രവർത്തകർ വലിയ ആഘോഷത്തിലായിരുന്നു. അവർ ഒന്നടങ്കം കെജ്രിവാളിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഭരണഘടനാ ശില്പിയുടെ ഫ്ലെക്സുകളും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് AAP പ്രവർത്തകർ കെജ്രിവാളിനെ വരവേറ്റത്. എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അഭിലാഷ്, തന്റെ രാജ്യസേവനം തുടരും എന്ന് കെജ്രിവാൾ പറയുന്നു. ദൈവം തനിക്ക് ശക്തി തന്നു. കെജ്രിവാളിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഈ ശ്രമങ്ങൾക്കൊന്നും കെജ്രിവാളിനെ തകർക്കാനാകില്ല എന്നാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജയിലിന് മുന്നിൽ വെച്ച് വ്യക്തമാക്കിയത്. സുപ്രീം കോടതി ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ആം ആദ്മി പ്രവർത്തകർക്ക് നേരത്തെ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. 10 ലക്ഷം രൂപയുടെ ബോണ്ടും 2 പേരുടെ ഷുവർട്ടിയിലും ആണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. നിരവധി ഉപാധികളുണ്ട്. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ കടക്കാനോ അല്ലെങ്കിൽ ഫയലുകളിൽ ഒപ്പുവെക്കാനോ കഴിയില്ല. പക്ഷേ ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ 90 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാളിൻ്റെ സാന്നിധ്യം വലിയ ശക്തിയാണ്. പ്രത്യേകിച്ച് ഈ ഡൽഹിയും പഞ്ചാബിനും ശേഷം ഹരിയാനയിലാണ് ആം ആദ്മി പാർട്ടി വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നേരത്തെ കോൺഗ്രസുമായി ചില സഖ്യ ചർച്ചകൾ നടന്നെങ്കിലും അത് ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ സ്വന്തം നിലയ്ക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും മനോജ് സിസോദിയ ഉൾപ്പെടെ കെജ്രിവാളിൻ്റെ ഭാര്യയും ഒക്കെ ഈ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ വിപുലമായ പാർട്ടി പ്രവർത്തകരുടെ ആഘോഷങ്ങൾക്ക് നടുവിലേക്കാണ് കെജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നത്. ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. തങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഇങ്ങനെ എടുക്കുന്നത് ഇത് രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് എന്ന ഒരു നിലപാടാണ് ആം ആദ്മി പ്രവർത്തകർക്കുള്ളത്. അത് കേന്ദ്ര സർക്കാരിനെ എതിരെയാണ് ഈ ആക്ഷേപം എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാക്കും എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു വോട്ടിംഗ് പാറ്റേൺ ആണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഡൽഹിയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും കെജ്രിവാളിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, മറിച്ചുമാകാം. അത് എത്തരത്തിലായിരിക്കും എന്നതൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തന്നെ ആരംഭിക്കുന്നു. കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു എന്നത് 5 മാസം കഴിഞ്ഞ മാർച്ചിലാണ്
കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. ജൂൺ 26-ന് ED കേസിൽ ജാമ്യം ലഭിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് CBIയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതും ഇന്ന് കോടതിയുടെ ഒരു പരാമർശത്തിൽ വന്നിരുന്നു. അത് ED നേരത്തെ തന്നെ ഈ ആം ആദ്മി പ്രവർത്തകർ EDയുടെ കേസിൽ നിന്ന് മദ്യനയ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കെജ്രിവാളിനെതിരെ CBI മറ്റൊരു അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഒരാളെ അങ്ങനെ അനന്തമായി ജയിലിൽ ഇടാൻ ആകില്ല എന്ന കോടതിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒപ്പം തന്നെ CBI കൂട്ടിലടച്ച ഒരു തത്തയാകരുത് എന്ന് തെളിയിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കെജ്രിവാൾ ഇപ്പോൾ ഒരു കൂട്ടിലടച്ച കിളിയാണോ എന്ന ചോദ്യം മറുവശത്ത് ഉയരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനാകില്ല. അപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണം CBI എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെ പോലെ ആകുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാൾ എന്നും സംശയിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. കർശന ഉപാധികളോടെയാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്.